കൊടും ചൂടിനിടെ അപ്രതീക്ഷിതമായ പവർ കട്ടും കൂടിയായതോടെ അക്ഷരാർത്ഥത്തിൽ വലയുകയാണ് നമ്മൾ. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. രാത്രി പലയിടത്തും അരമണിക്കൂറോളം വീതം വൈദ്യുതി മുടങ്ങുന്നുണ്ട്. 1-2 മണിക്കൂർ ഇടവിട്ടുള്ള പവർ കട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. എന്നാൽ ഉപഭോഗം കൂടുന്നത് കൊണ്ടുള്ള നിയന്ത്രണമാണെന്നാണ് KSEBിയുടെ വിശദീകരണം. ചൂട് കൂടുന്നതോടെ വൈദ്യുതി പ്രതിസന്ധി ഇനിയും ഉയരാനാണ് സാധ്യതയുള്ളതും. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. ഇടുക്കിയും വയനാട് ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. സുനിഷ അയലൂരും സിനോജ് തോമസും ഷാബാസ് അഹമ്മദും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം സുനിഷയിലേക്കാണ് പോകുന്നത്. സുനിഷ, രാത്രി കറണ്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് എന്ത് പ്രതിഭാസം കൊണ്ടാണ് എന്ന പഠനത്തിലാണ് നിലവിൽ KSEBയും വകുപ്പ് മന്ത്രിയുമൊക്കെ. പ്രതിഭാസം എന്തായാലും ചൂട് കൊണ്ട് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നുള്ളതാണ് സാധാരണക്കാരന്റെ അനുഭവം. ഈ പ്രതിഭാസം KSEBയിലേക്ക് വിളിക്കുന്നവരെ വിവരിച്ച് കേൾപ്പിക്കുക എന്നത് മാത്രമാണ് നിലവിൽ അവർക്കും ചെയ്യാനുള്ളത് എന്നതാണ് സാഹചര്യം. ഇന്നലെ രാത്രിയും കഠിന പരീക്ഷയാണ് മലയാളികൾക്ക്. അതാണോ അത്? ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണ്. സ്വാഭാവികമായും ഫാനോ AC ഒന്നും ഇല്ലാതെ നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഒരു വശത്ത്. പക്ഷേ KSEB പറയുന്നത് ഇത്തരത്തിൽ എല്ലാവരും ഒരേ രീതിയിൽ AC ഇടുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ ഉപഭോഗം കൂടുമ്പോൾ അവിടെ ലോഡ് കൂടുന്നു എന്നുള്ളതാണ് KSEB പ്രധാനമായും പറയുന്നത്. അങ്ങനെ ഒരു പ്രദേശത്താകെ വലിയ തരത്തിൽ, അതായത് ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴിലൊക്കെ ഇങ്ങനെ ലോഡ് കൂടുമ്പോൾ ഫീഡർ ഓഫ് ചെയ്യേണ്ട ഒരു സ്ഥിതി സ്വാഭാവികമായും വരുന്നുണ്ട്. അതുകൊണ്ടാണ് 10-15 മിനിറ്റും ഒക്കെ ഒരു നിശ്ചിത സമയപരിധി ഈ കറണ്ട് പോയി ശേഷം വരുന്നതൊക്കെ ഉണ്ടാകുന്നത്. മറ്റ് ചിലയിടത്ത് ഈ ട്രാൻസ്ഫോമറിൽ ലോഡ് കൂടുമ്പോൾ അത് സ്വാഭാവികമായും ഫ്യൂസ് പൊട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നാടെ ജീവനക്കാർ എത്തി ഫ്യൂസ് ശരിയാക്കി വേണം അവിടെ വൈദ്യുതി ലഭിക്കാൻ. അത്തരം ഇടങ്ങളിൽ അരമണിക്കൂറും 40 മിനിറ്റും ഒക്കെ വൈദ്യുതി പോകുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ഇതാണ് KSEB പ്രധാനമായും ഇതിനെ വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ ലോഡ് ഷെഡിംഗ് അല്ല, ലോഡ് റെസ്ട്രിക്ഷൻ ആണ് എന്നുള്ളത് നേരത്തെ പറയുന്നു. ഫീഡർ ഓഫ് ചെയ്യേണ്ട സ്ഥിതി വരുന്നത് ഈ ലോഡ് കൂടുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് KSEB പറയുന്നത്. പക്ഷേ സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ലോഡ് കൂടുന്നതൊന്നുമല്ല വിഷയം. അവർക്ക് ഈ ചൂട് എങ്ങനെ സഹിക്കും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ 12 മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 10 മണി തൊട്ട് ഒരു 1:30-2 മണി വരെയൊക്കെ ഇങ്ങനെ ഇടവിട്ട് കറണ്ട് പോകുന്ന ഒരു സ്ഥിതി പലയിടത്തുമുണ്ട്. ഒരുപക്ഷെ 15 മിനിറ്റ് പോയി ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും കറണ്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ചിലയിടത്താണെങ്കിൽ അരമണിക്കൂറും 40 മിനിറ്റും ഒക്കെ കറണ്ട് പോകുന്ന സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുകയാണ്. അതുകൊണ്ടാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ 2024 സമയത്താണ് നമ്മളിങ്ങനെ KSEB ഓഫീസുകളിലേക്ക് കയറി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നത്. ആ സമയത്ത് വലിയ ചൂടായിരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ വർഷം ഇത്തരത്തിലൊരു വലിയ ചൂടോ അല്ലെങ്കിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ക്രമാതീതമായി ചൂട് വർദ്ധിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി വൈദ്യുതി ഉപഭോഗം കൂടുന്നു. ഒപ്പം തന്നെ KSEB പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഒരിക്കൽ പോലും ഈ 2026 ഇത്രയധികം 6000 മെഗാവാട്ടിന് മുകളിലേക്ക് വൈദ്യുതിയുടെ ആവശ്യകത വരുമെന്നുള്ളത് ഒരു തരത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ KSEBയുടെ കണക്കുകൂട്ടലിൽ ഉള്ള സമയത്ത് കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് ബോർഡ് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. മെഴുകുതിരി കത്തിച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് രാത്രി മുഴുവനും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രെൻഡിംഗ് ആയിരുന്നത് എന്നതുകൂടിയുണ്ട്.